ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ വേണ്ടിയിട്ട്, ഏതൊരാൾക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സാണ്. ഒരു 6 സ്റ്റെപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. A to Z ആ 6 സ്റ്റെപ്സിൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ട A to Z കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അത് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബേസിക് ആദ്യം പഠിക്കുക, അതിനുശേഷം ഇത് റെഡിയാക്കുക, മറ്റേ റെഡിയാക്കുക, അങ്ങനെ ഞാൻ പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ച 6 പോയിന്റ്സാണ് ഇതിലുള്ളത്. ആ 6 പോയിന്റ്സ് നിങ്ങളൊരു 6 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുന്നുള്ളത് 100% ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഇതിൽ ട്രേഡിങ്ങിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളിലും എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിന്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ആ 6 പോയിന്റ്സിൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആണുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ട്രേഡിങ്ങിൽ ഏതൊക്കെ സ്ട്രാറ്റജി എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടും പ്രോഫിറ്റബിൾ ഒന്നും ആവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പല സ്ട്രാറ്റജി മാറ്റി ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നോക്കിയിട്ടും പ്രോഫിറ്റബിൾ ആവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. ആകെ ഒരു 6 മാസം ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു 6 മന്ത്സ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. സോ അതെന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻസ് എന്നാണ്. അതിപ്പോൾ ഏതൊരു കാര്യമായാലും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മളെ കരിയറിൻ്റെ കാര്യമായാലും ശരി, ബിസിനസ്സിൻ്റെ കാര്യമായാലും ശരി, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കാര്യമായാലും ശരി, നമ്മളിപ്പോൾ ജിമ്മിൽ പോകുന്നതായാലും ശരി, എന്ത് കാര്യമായാലും ശരി, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടുന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ഫൗണ്ടേഷൻ. അതിന് ഫസ്റ്റ് ലേൺ ദ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിക്കാം. ഈ അണ്ടർസ്റ്റാൻഡ് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, ഓർഡർ ടൈപ്സ്, ലിക്വിഡിറ്റി സോൺ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻസ്, ഇങ്ങനെയുള്ള കാര്യം കുറേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിക്കുക. ഇനി ഓപ്ഷൻസിലൊക്കെയാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് വേറെ ഉണ്ട്. ഈ തീറ്റ DK, അതുപോലെ എക്സ്പയറി ഡേ, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, അതിൽ OTM, ATM, ITM, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കുക. അത് അത്രയും സ്ട്രോങ് ആക്കി വെക്കുക. അതേപോലെ ചൂസ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റ് ചൂസ് ചെയ്യുക. നിങ്ങൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്ന സമയത്ത് തന്നെ എല്ലാ മാർക്കറ്റിനെ പറ്റി നോക്കുക. ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറക്സ് ഉണ്ട്, സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുക, അതേപോലെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുക, ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുക, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുക, അങ്ങനെ പല സംഭവത്തിലും നിങ്ങൾ ട്രേഡ് ചെയ്യുക. അതേപോലെ കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുക, അങ്ങനെ പലതിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിന് ഓരോന്നിനും ഈച്ച് ഹാസ് ഡിഫറെൻറ്റ് വോളറ്റിലിറ്റി, ലിവറേജ് ആൻഡ് റിസ്ക്. ഇതിനൊക്കത്തിനും വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ടൈമിങ്ങും വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ രാവിലെ 9 തൊട്ടിട്ട് 3 മണി 3:30 വരെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി മറ്റേ ക്രിപ്റ്റോ ഒക്കെ ആണെങ്കിൽ 24/7 ഉണ്ടാവും. ഫോറക്സ് ആണെങ്കിൽ 24/5 ആണെന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ടൈമും എല്ലാ കാര്യങ്ങളും വ്യത്യാസമുണ്ട് ഇതിലെല്ലാത്തിലും. അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു മാർക്കറ്റ് ചൂസ് ചെയ്യുക. എല്ലാം കൂടെ ചെയ്യാൻ പോകരുത്. ബിറ്റ്കോയിനിലും, നിഫ്റ്റിയിലും, ബാങ്ക് നിഫ്റ്റിയിലും, റിലയൻസിൻ്റെ സ്റ്റോക്കിലും, കമ്മോഡിറ്റിയിലും, മറ്റേ നാച്ചുറൽ ഗ്യാസിലും, എല്ലാത്തിലും പോയി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒരു മാർക്കറ്റ് ചൂസ് ചെയ്തിട്ട് അതിൽ പ്രോയാവാൻ നോക്കുക. മറ്റേ ബ്രൂസ്ലി പറഞ്ഞില്ലേ, 1000 പഞ്ച് പ്രാക്ടീസ് ചെയ്തോന്ന് എനിക്ക് പേടിയില്ല, പക്ഷേ ഒരു പഞ്ച് 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തോന്ന് എനിക്ക് പേടിയാണെന്ന്. അതുപോലെ ഒരൊറ്റ മാർക്കറ്റ്, ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ആയാലും മതി, ഒറ്റ ഇൻസ്ട്രുമെൻറ്റ് മതി, അതിൽ ഫോക്കസ് ചെയ്യും. ഞാൻ ഇപ്പോൾ നിഫ്റ്റിയിൽ മാത്രമേ ചെയ്യുള്ളൂ. ബാങ്ക് നിഫ്റ്റി വരെ ഞാൻ ഒഴിവാക്കി നിഫ്റ്റിയിൽ മാത്രമേ ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്തിട്ട് അതിലൊരു ഇൻസ്ട്രുമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. പിന്നെ നോ ദ പ്ലെയേഴ്സ്. ഇതിൽ ഈ ട്രേഡിങ്ങിൽ വലിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ് മേക്കേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ്, സ്മാർട്ട് മണി കൺസെപ്റ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു ചെറിയൊരു അറിവുണ്ടായിരിക്കും. ഇതിൽ ഈ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് അപ്പുറത്ത് വേറെ ആർക്കാണ് ട്രേഡ് എടുക്കുന്നത്. ഈ വലിയ പ്ലെയേഴ്സ് ഉണ്ട്, അതേപോലെ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് റീറ്റെയിൽ ട്രേഡേഴ്സും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് മൊത്തത്തിൽ പറയുമ്പോൾ ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻ അത്രേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കാം. ഇനി സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഡെവലപ്പ് എ ട്രേഡിംഗ് സ്ട്രാറ്റജി. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും ഏതൊരാൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമൊക്കെ തന്നെയാണ്. സോ ഫസ്റ്റ് നമ്മളതിൽ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യണം. ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റൈൽ എന്ന് പറയുമ്പം ട്രേഡിങ്ങിൽ പല സ്റ്റൈലുണ്ട്. ഒന്ന് സ്കാൽപ്പിംഗ് ഉണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് എൻട്രി എടുത്തിട്ട് SL ടാർഗറ്റോ ഏതായാലും വേണ്ടിയില്ല, പെട്ടെന്ന് തന്നെ അടിക്കുന്നൊരു സംഭവമുണ്ട്. ആകെ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് 10 മിനിറ്റ് അത്രയൊക്കെ ടൈം ഉണ്ടാവുള്ളൂ എൻട്രിയും എക്സിറ്റും തമ്മിൽ. സോ ക്വിക്ക് എൻട്രി ആൻഡ് എക്സിറ്റുള്ള സംഭവമാണ് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞത്.
ഇനി ഡേ ട്രേഡിംഗ് ഉണ്ട്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുന്നത് ഡേ ട്രേഡിംഗ് ആണ്. ഇന്ന് മേടിച്ചിട്ട് ഇന്ന് തന്നെ വിൽക്കണം എന്നുള്ളത്. ഇപ്പോൾ എത്ര ടൈമൊന്നുമില്ല. ഇന്ന് രാവിലെ മേടിച്ചിട്ടാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യാൻ ഒന്നും പ്രശ്നമില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ ആണെങ്കിൽ ഹോൾഡ് ചെയ്യാം. പക്ഷെ നാളത്തേക്ക് വെക്കരുത്. സോ അതാണ് ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയും. പിന്നുള്ളത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് മേടിച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വെച്ചിട്ട് വിൽക്കുന്നത്. 2-3 ആഴ്ചയൊക്കെ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് മേടിച്ചിട്ടാണെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വിൽക്കാം. അതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നുള്ളത് പൊസിഷണൽ ട്രേഡിംഗ് ആണ്. അതായത് കുറച്ചും കൂടെ ഹോൾഡിംഗ് ടൈം കൂടിയതാണത്. ഒരു 2-3 മാസമൊക്കെ ആയിരിക്കും. സ്വിംഗ് ട്രേഡിംഗ് നമ്മൾ 2-3 ആഴ്ച എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പൊസിഷണൽ ട്രേഡിങ്ങിലേക്ക് വരുന്ന വെച്ചാൽ അത് 2-3 മാസങ്ങളൊക്കെ ആയിരിക്കും. അത് കുറച്ചുകൂടെ ലോങ് ടേം ആണ്. ലോങ് ടേം അല്ല, ലോങ് ടേം എന്ന് വെച്ചാൽ 5 കൊല്ലം 10 കൊല്ലം ആ റേഞ്ചിലൊക്കെ എടുക്കുക, അല്ലെങ്കിൽ 2-3 കൊല്ലത്തേക്ക് ഒക്കെ എടുക്കുന്നതായിരിക്കും. പക്ഷേ പൊസിഷണൽ ട്രേഡിങ്ങിൽ നമ്മളൊരു 2-3 മാസം ആ റേഞ്ചിലൊക്കെ എടുക്കുന്ന ഒരു കുറച്ചും കൂടെ മാക്രോ ആയിട്ടുള്ള ഒരു ട്രെൻഡൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ട്രേഡ്സാണ് പൊസിഷണൽ ട്രേഡിങ്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ്, ഏത് സ്റ്റൈൽ ചൂസ് ചെയ്യണം എന്നുള്ളത് ഇതെല്ലാത്തിനെ പറ്റി മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ആദ്യം മനസ്സിലാക്കുക, പഠിക്കുക. യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഈ ഓരോ മെത്തേഡിൻ്റെയും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിങ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഫണ്ട് കുറച്ച് മതി, അത്യാവശ്യം പ്രോഫിറ്റും കിട്ടും. പക്ഷേ നിങ്ങൾ ഇൻവോൾവ്മെൻറ്റ് കൂടുതലുണ്ട്. നിങ്ങൾ ഒരുപാട് സമയം മാർക്കറ്റിൽ ചിലവഴിക്കേണ്ടി വരും, മാർക്കറ്റിന് മുന്നിൽ തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷേ പൊസിഷണൽ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ടൈം മാർക്കറ്റിൽ ഇരിക്കേണ്ട, കുറച്ച് ടൈം മാത്രമേ സ്പെൻഡ് ചെയ്ത് മാർക്കറ്റിന് മുന്നിൽ. പക്ഷേ അതിൽ അത്യാവശ്യം പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫണ്ട് വേണം. ഹ്യൂജ് ഫണ്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ അത് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ടൈം കുറവാണ്, അത്യാവശ്യം ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊസിഷണൽ ട്രേഡിങ്ങിലേക്ക് പോവാം. അല്ല ടൈം നല്ലോണം ഉണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ, പക്ഷേ ഫണ്ട് ലേശം കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങോ ആ മെത്തേഡ്സൊക്കെ നോക്കാവുന്നതാണ്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യാം. പിന്നെ യൂസ് ബാക്ക് ടെസ്റ്റിംഗ്. നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും ഏതൊരു മെത്തേഡ് ചൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഡേ ട്രേഡിംഗ് ആണെങ്കിൽ ആ ഡേ ട്രേഡിങ്ങിന് പറ്റിയൊരു സ്ട്രാറ്റജി എവിടെയെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്ന ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചിട്ടാണ്. സോ എനിക്ക് മാക്സിമം തോന്നിയത് ലിക്വിഡിറ്റിയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ബ്രേക്കൗട്ട് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ഏത് മെത്തേഡാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അത് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് യുവർ സെറ്റപ്പ് ഓൺ പാസ്റ്റ് ഡാറ്റ ടു കൺഫേം എഡ്ജിങ്. പാസ്റ്റ് ഡാറ്റ ഒരു സ്ട്രാറ്റജി റെഡി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3-4 മാസത്തെ മാർക്കറ്റ് എടുത്ത് അതിൻ്റെ ചാർട്ടൊക്കെ ട്രേഡിങ്ങിൽ കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ച സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ, അതിലെത്ര പ്രോഫിറ്റ് ഉണ്ട്, അതിലെത്ര വിൻ റേറ്റ് ഉണ്ട്, അതിൻ്റെ റിസ്ക് റിവാർഡ് എത്രയാണ്, അങ്ങനെയുള്ള സകലമായ കാര്യങ്ങളും ബാക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. പിന്നെ കീപ്പ് ഇറ്റ് സിമ്പിൾ. ഈ സ്ട്രാറ്റജി ഫുൾ ഡെവലപ്പ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അത് മാക്സിമം ഇത് എനിക്ക് എൻ്റെ ഇതിന്ന് തോന്നിയൊരു എക്സ്പീരിയൻസ് എന്ന് തോന്നിയൊരു സംഭവമാണ് കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത്. നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ മാക്സിമം സിമ്പിളാക്കി വെക്കണം. ഓവറായിട്ട് മറ്റേ സംഭവങ്ങളൊക്കെ നോക്കി അത് നോക്കി ഇത് നോക്കി മാർക്കറ്റിൽ OI നോക്കി ന്യൂസ് നോക്കി അവിടെ യുദ്ധം നടക്കുന്നുണ്ട്, ഇവിടെ ട്രംപ് ഇത് പറഞ്ഞ് പുടിൻ അത് മറ്റേത് പറഞ്ഞ് റഷ്യയിൽ അത് നടക്കുന്നുണ്ട്, പിന്നെ മറ്റേ ഇൻഡിക്കേറ്റർ ട്രെൻഡ് ലൈൻ RSI ഡൈവർജൻസ് VWAP VPVT ഇങ്ങനെയുള്ള സകലമായ സാധനങ്ങൾ നോക്കിയിട്ട് എല്ലാം കൂടെ നോക്കിയിട്ട് ഒത്തിട്ട് ഒരു ട്രേഡ് എടുക്കാൻ നോക്കിയാൽ നടക്കില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് അത് നടക്കില്ല. സോ സ്ട്രാറ്റജി മാക്സിമം സിമ്പിളാക്കി വെക്കാം. എത്രത്തോളം എൻ്റെ സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞാൽ അത്രയും സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഇൻഡിക്കേറ്ററും ഇല്ല, ഒരു സാധനം ഞാൻ വരയ്ക്കണ എൻ്റെ ചാർട്ട് കണ്ടങ്ങ് മനസ്സിലാവും. ആകെ ഒരു 2 വരണ്ടോ മേലും താഴെ, ആ 2 വര ടാപ്പ് ചെയ്യുന്ന വരെ എനിക്കൊരു പണിയില്ല, വെറുതെ മാർക്കറ്റ് നോക്കിയിരിക്കുക. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നോക്കും, അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളാണ് എൻ്റെ സ്ട്രാറ്റജി ഉള്ളത്. സോ അങ്ങനെ നിങ്ങളെ കൊണ്ട് എത്രത്തോളം സിമ്പിളാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളാക്കുന്നത്, ബാക്കിയുള്ള നോയ്സ് കംപ്ലീറ്റ് ഒഴിവാക്കാം. സോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡെവലപ്പ് ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അതാണ് 2ാമത്തെ പോയിന്റ്. ഇനി 3ാമത്തെ പോയിന്റ് മാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ബേസിക്സ് റെഡിയാക്കി അതിനുശേഷം സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ളത്. ട്രേഡിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് കാണുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല സ്ട്രാറ്റജി ആയിട്ടും കാര്യമില്ല, എത്ര നല്ല സൈക്കോളജി ആയിട്ടും കാര്യമില്ല, എന്തായിട്ടും കാര്യമില്ല. നമുക്ക് ഇപ്പം റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാൽ പിന്നെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഫണ്ട് പോലും ഇല്ലാതെ ഇപ്പോൾ. സോ റിസ്ക് മാനേജ്മെൻറ്റ് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ റിസ്കിൻ്റെ ഒരു റൂളും കാര്യങ്ങളൊക്കെ വെക്കണം. ഒരു ട്രേഡിൽ ഇത്ര റിസ്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. ഒന്നെങ്കിൽ 1 to 2% ഒക്കെ വേണമെങ്കിൽ ഒരു ട്രേഡിൽ മാക്സിമം 1% അല്ലെങ്കിൽ 2% വരെ ഞാൻ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുള്ളൂ. ആ രീതിയിലുള്ള ഇത് വെക്കാം. ഞാൻ അങ്ങനെയല്ല വെക്കല്. ഞാൻ ഫിക്സഡ് റിസ്ക് ആണ്. എനിക്ക് ഒരു ട്രേഡിൽ ഇത്ര 6 പോയിൻ്റ് ആയിരിക്കും ഞാൻ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് ആണ് എൻ്റെത്. പിന്നെ പൊസിഷൻ സൈസിങ് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ലോട്ട് സൈസ് ഓർ ഷെയർസ് ഓർ കോൺട്രാക്ട്സ് ബേസ്ഡ് ഓൺ സ്റ്റോപ്പ് ലോസ് ഡിസ്റ്റൻസ്. അതായത് ഓരോ ട്രേഡിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എത്രയാണ് വെക്കുന്നത് അതിനനുസരിച്ചിട്ട് ലോട്ട് സൈസിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഈ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് അത് SL അടിക്കുന്ന സമയത്ത് ഫിക്സഡ് ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കും വരിക. പക്ഷേ എനിക്ക് പൊസിഷൻ സൈസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എല്ലാ ട്രേഡിലും 6 പോയിൻ്റാണ് SL എടുക്കുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഫിക്സഡ് ആണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് മാറുന്നതനുസരിച്ചിട്ട് ലോട്ട് സൈസ് മാറ്റേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ലോസ് ഫിക്സഡ് ആയതുകൊണ്ട്. അതല്ലാതെ സ്റ്റോപ്പ് ലോസ് മറ്റേ ഇതിൽ സ്പോട്ടിൻ്റെ ചാർട്ടിൽ നോക്കി വെക്കുന്ന ആളാണെങ്കിൽ അത് റെഡിയാക്കണം. അതേപോലെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് എടുക്കുന്ന കാര്യങ്ങൾ, പിന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു പോയതിന് റിസ്ക് മാനേജ്മെൻറ്റിനുള്ള കാര്യം 100% പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. അതിൻ്റെയൊക്കെ ക്ലാസ് ഒരുപാട് യൂട്യൂബിലുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം, റിസ്ക് മാനേജ്മെൻറ്റൊക്കെ അടിച്ചാൽ ഒരുപാട് ക്ലാസ് വരും. അതൊക്കെ കേട്ടിട്ട് അത് പക്ക നീറ്റാക്കുക. അതാണ് 3rd പോയിന്റ്. ഇനി 4th പോയിന്റ് പറഞ്ഞാൽ വർക്ക് ഓൺ സൈക്കോളജി. ഇത് പിന്നെ പറയണ്ടല്ലോ. ട്രേഡിങ്ങിനെ പറ്റി അത്യാവശ്യം കുറച്ചൊക്കെ അറിഞ്ഞ ആൾക്കാരാണെങ്കിൽ എന്തായാലും അറിയാൻ മതിയോ. ട്രേഡിങ്ങിൻ്റെ 80% സൈക്കോളജിയാണ്. ട്രേഡിങ്ങിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് റെഡി ആവാതെ എത്ര നല്ല മറ്റായിട്ടൊന്നും കാര്യമില്ല. സൈക്കോളജി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജി റെഡി ആയാലേ ഉള്ളൂ സ്ട്രാറ്റജി നമ്മൾ റെഡിയായി കിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ സ്ട്രാറ്റജി നമുക്ക് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി എടുത്താൽ പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ കുറച്ച് ദിവസം ചെയ്ത് നോക്കി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ, അത് നല്ല സ്ട്രാറ്റജി ആണോ, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ വരുത്താനുണ്ടോ ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം അത് കുറച്ച് ദിവസം, ഒരു മാസമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ സൈക്കോളജി അത്രയും നന്നായിരിക്കണം. ഒരു 5 ദിവസം ട്രേഡ് എടുത്തിട്ട് SL അടിച്ച് ഇനി ഈ സ്ട്രാറ്റജി മാറ്റുകയാണ് അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാസം പോലും അത് മര്യാദ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്ട്രാറ്റജി നല്ലതാണോ മോശമാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ സ്ട്രാറ്റജി ചിലപ്പോൾ നല്ല സ്ട്രാറ്റജി ആയിരിക്കും, പക്ഷേ നമ്മളത് മോശം വിചാരിച്ച് തള്ളി കളയും. അതേപോലെ ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഓവർ ട്രേഡ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ലക്കിന് കുറച്ച് പ്രോഫിറ്റ് കിട്ടി പോലെ നമ്മൾ ആ സ്ട്രാറ്റജി അടിപൊളിയാണ് വിചാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും. അപ്പോൾ അത് രണ്ടും നടക്കാതിരിക്കണമെങ്കിൽ സൈക്കോളജി അത്രയും റെഡി ആയിരിക്കണം. സൈക്കോളജി പക്ക പെർഫെക്റ്റ് ആണെങ്കിലേ ഉള്ളൂ സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്ത് വരാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, കുറച്ചെണ്ണം ഞാൻ അവിടെ പറയാം. ഡിറ്റാച്ച് ഇമോഷൻസ് എന്ന സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നെവർ ചേസ് ലോസസ് ഓർ ഓവർ ട്രേഡ് ആഫ്റ്റർ എ വിൻ. ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും പോകരുത്. അതേപോലെ ഒരു ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഓവർ ട്രേഡിലേക്കും പോകരുത്. വീണ്ടും പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് ടാർഗറ്റ് അടിച്ചല്ലോ ഇനിയും കുറേ സുഖമായിട്ട് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഓവർ ട്രേഡ് ചെയ്യാനൊന്നും പോകരുത്. പിന്നെ ആക്സെപ്റ്റ് ലോസ് കറക്റ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ലോസ് എന്തായാലും ഇത് വരുന്നുള്ള ഇതിൽ ഉറപ്പാണ്. ഈവൻ പ്രോസ് ലോസ് 40 to 50% ഓഫ് ട്രേഡ്സ് ബട്ട് റിമെയിൻ പ്രോഫിറ്റബിൾ എന്നാണ്. അതായത് പ്രോ ട്രേഡർമാർ പോലും 40 to 50% ഓഫ് ട്രേഡ്സ് ലോസ് വരുത്തുന്നുണ്ട്. അത്രയും, അതായത് 100 ട്രേഡ് എടുത്താൽ 50 ലോസ് ആവുന്നുണ്ട് പ്രോ ട്രേഡർമാർക്ക് വരെ. അപ്പോൾ പിന്നെ ലോസ് എന്നുള്ള കാര്യം എന്തായാലും വരുന്നുള്ള കാര്യം 100% ഷുവർ. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക മാത്രമേ ഇതിൽ വകുപ്പുള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതേപോലെ ജേണൽ എവറി ട്രേഡ്, എല്ലാ ട്രേഡും ജേണൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റീസൺ, ഔട്ട്കം, അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് എല്ലാ ട്രേഡും ജേണൽ എഴുതി വെക്കുക. അപ്പം നമ്മുടെ സൈക്കോളജി അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതായിട്ട് ഇമ്പ്രൂവ് ആവും നമ്മൾ ജേണൽ എഴുതുന്ന സമയത്ത്. കാരണം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അന്ന് ജേണൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കുമല്ലോ, ഇന്ന് ഞാൻ ആവശ്യമില്ലാതെ എടുത്ത ട്രേഡാണ് ഈ 2 അതെനിക്ക് SL അടിച്ചത്. അപ്പോൾ നമുക്ക് പിന്നീട് എടുത്ത് വായിച്ചുകൊണ്ട് സമയത്ത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുത്തിട്ട് ഇത്രത്തോളം കുറേ കാലമായി ഇത് ചെയ്യാൻ തുടങ്ങി, കുറേ കാലം ഞാൻ ഓവർ ട്രേഡ് ചെയ്യണേ, ഇത്രയും കാലം ഓവർ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ അതൊന്നും ഒരു കാര്യം ഉണ്ടായില്ല, റിവെഞ്ച് ട്രേഡ് ചെയ്തിട്ട് എനിക്കൊരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി സൈക്കോളജിയൊക്കെ ചെറുതായിട്ട് റെഡി ആയി വരും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ബിൽഡ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ബ്രേക്കൗട്ടോ മറ്റേ ലിക്വിഡിറ്റിയോ CPR, EMI, ഇൻഡിക്കേറ്ററോ, അങ്ങനെ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ,
കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാതെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എത്ര നല്ല സ്ട്രാറ്റജി ആയാലും ശരി അതിനകത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഒരു ഏത് സ്ട്രാറ്റജി ആണെങ്കിലും ശരി അതിനൊരു വിൻ റേറ്റ് ഉണ്ടോ. ഒരു 100 ട്രേഡ് എടുത്താൽ ഇത്ര ട്രേഡ് ടാർഗറ്റ് അടിക്കും, ഇത്ര ട്രേഡ് SL അടിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടോ ഏതൊരു സ്ട്രാറ്റജിക്കും. അത് കറക്റ്റ് ആയിരിക്കില്ല, പക്ഷേ ഒരു ആവറേജ് ഒരു 40 to 50% അല്ലെങ്കിൽ 60 to 70% ആ റേഞ്ചിലൊക്കെ എത്ര എണ്ണം ടാർഗറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്, ഇത്ര എണ്ണം SL ബാലൻസ് ഇത്ര % SL ആയിരിക്കും. അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു വിൻ റേറ്റ് ഉണ്ട് എല്ലാ സ്ട്രാറ്റജിക്കും. സോ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ ആ 100 ട്രേഡിൽ ഏതൊക്കെ ട്രേഡാണ് ടാർഗറ്റ് അടിക്കുക, ഏതൊക്കെ ട്രേഡാണ് SL അടിക്കുക എന്നുള്ളത് നമുക്കൊരു പിടുത്തമില്ല. ചിലപ്പോൾ ഫസ്റ്റത്തെ 10 ടാർഗറ്റ് ആയിരിക്കും, പിന്നെ അടുത്തൊരു 20 SL ആയിരിക്കും, അങ്ങനെ ആയിരിക്കും പോവാം. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു 30 ടാർഗറ്റ് ആയിരിക്കും, പിന്നെ അങ്ങോട്ട് ഫുൾ SL ആയിരിക്കും. അതല്ലാണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു 50 അടുപ്പിച്ച് SL ആയിരിക്കും, പിന്നെ ഉള്ളൊരു 10-20 ആയിരിക്കും ടാർഗറ്റ് അടുപ്പിച്ച് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 SL 2 ടാർഗറ്റ് 3-4 SL 3-4 ടാർഗറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും മാർക്കറ്റിൽ വരാം. മാർക്കറ്റ് കംപ്ലീറ്റ് അൺസർട്ടൻ ആണ്. സോ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ എത്ര നല്ല സ്ട്രാറ്റജി ആണെങ്കിലും ശരി അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 5-10 SL അടിക്കുമ്പോഴേക്കും അത് മാറ്റി ചിന്തിക്കാതെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്ര മാസമാണോ അല്ലെങ്കിൽ എത്ര ട്രേഡാണോ ഒരു 100 ട്രേഡ് സാമ്പിൾ സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആ 100 ട്രേഡ് അത് വെച്ചുകൊണ്ട് എടുക്കുക. എന്ത് വന്നാലും വേണ്ടിയില്ലാത്ത രീതിയിൽ. അതിനുള്ള ഫണ്ട് ഇല്ലാണ്ടെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ റിയൽ ട്രേഡിലേ പോവുക. അതല്ല അത് ലോസ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഫണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിയൽ ട്രേഡിനെ ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വലിയൊരു സാമ്പിൾ സ്പേസ് ചെയ്ത് നോക്കാം. 50 ട്രേഡോ അല്ലെങ്കിൽ 100 ട്രേഡൊക്കെ ചെയ്ത് നോക്കാം. സോ അങ്ങനെ ചെയ്താലേ അതിൽ നിങ്ങളുടെ സ്ട്രാറ്റജി കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ. എത്ര നല്ല സ്ട്രാറ്റജി ആണെങ്കിലും അതിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻസി ആയിരിക്കണം. സോ അതിന് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഡെമോ ടെസ്റ്റ് സ്ട്രാറ്റജീസ് വിത്തൗട്ട് റിസ്കിങ് മണി. പൈസ ഇടാതെ തന്നെ പേപ്പർ ട്രേഡ് ചെയ്യുക, അതിനുശേഷം മാത്രം പൈസ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ സ്മോൾ ക്യാപിറ്റൽ ലൈവ്, വളരെ കുറവ് ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് വിത്ത് മണി യു ക്യാൻ അഫോർഡ് ടു ലൂസ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫണ്ട് വെച്ചിട്ട് ചെറിയ രീതിയിൽ തുടങ്ങാം. പിന്നെ ട്രാക്ക് മെട്രിക്സ്, വിൻ റേറ്റ്, റിസ്ക് റിവാർഡ് റേഷ്യോ, ഡ്രോ ഡൗൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. വിൻ റേറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഒരു സാമ്പിൾ സ്പേസ് നിങ്ങൾ ട്രേഡ് ചെയ്യണം. ഒരു 50 ട്രേഡൊക്കെ ചെയ്താലേ ഉള്ളൂ ഇത്ര % ടാർഗറ്റ് അടിക്കും, ഇത്ര % SL ആയിരിക്കും എന്നുള്ളതൊക്കെ കിട്ടുള്ളൂ. അതേപോലെ തന്നെ റിസ്ക് റിവാർഡും, അതേപോലെ ഡ്രോ ഡൗൺ ഒക്കെ മനസ്സിലാണെങ്കിൽ അടുപ്പിച്ച് കുറേ ട്രേഡ് എടുത്ത് നോക്കണം. അങ്ങനെ എടുത്ത് നോക്കിയാലേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് 10 ട്രേഡ് വരെ മാക്സിമം SL അടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 20 ട്രേഡ് വരെ മാക്സിമം SL അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 20 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാലും പിന്നീട് 21ാമത്തെ ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ വേണം. അപ്പോൾ അത്ര റിസർവ് ഫണ്ട് ഞാൻ കരുതണം. ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതിന് നിങ്ങളെ മെട്രിക്സ് ഒക്കെ ട്രാക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുന്നത്തെ പോയിന്റിൽ പറഞ്ഞ ജേണൽ എഴുതണമല്ലോ, ആ സംഭവം തന്നെ ജേണലൊക്കെ എഴുതി വെച്ചാലേ ഉള്ളൂ ഈ സംഭവം കിട്ടുള്ളൂ. അടുത്ത പോയിന്റ്, 6ാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ അവോയ്ഡ് കോമൺ മിസ്റ്റേക്സ് എന്നുള്ളതാണ്. ഇത് മാർക്കറ്റിൽ എല്ലാവരും ട്രേഡ് ചെയ്യുന്ന എല്ലാവരും വരുത്താൻ ചാൻസ് ഉള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മളെ സ്ട്രാറ്റജി പ്രകാരം നമ്മളെ പേഴ്സണലി നമ്മളെ ഇമോഷൻസ് വെച്ച് വരുത്തുന്ന ചില മിസ്റ്റേക്സ് മാത്രമേ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ടാവുള്ളൂ. സോ അത് എന്തായാലും നമ്മൾ വരുത്തുക മിസ്റ്റേക്സ്, അത് വരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുള്ളൂ. അതല്ലാതെ നമുക്ക് വേറെ സോഴ്സിൽ നിന്നും പഠിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാ ട്രേഡർമാരും എല്ലാ ബിഗിനേഴ്സും വരുത്തുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഓരോ പ്രോഫിറ്റബിൾ ആവുന്നതിൽ നിന്നും വിലക്കി നിർത്തുന്ന കുറച്ച് മിസ്റ്റേക്സ്, എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ്. അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അതിന് വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിൽ തന്നെ കോമൺ മിസ്റ്റേക്സ് എവരിവൺ മേക്സ് ഇൻ ട്രേഡിങ് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഞാൻ കുറച്ചെണ്ണമാണ് അവിടെ പറയാം. ഓവർ ട്രേഡിങ്, ആവശ്യമില്ലാതെ ഒരു റൂളും കാര്യങ്ങളൊന്നും നോക്കാതെ തോന്നിമാരി കണ്ടമാനം ട്രേഡ് എടുക്കുന്നത്, അത് ഒരു കോമൺ മിസ്റ്റേക്കാണ്, എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്കാണ്. പിന്നെ റിവെഞ്ച് ട്രേഡിങ്, 1-2 ട്രേഡ് SL അടിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി റിവെഞ്ച് മൈൻഡ്സെറ്റോട് കൂടി വീണ്ടും ട്രേഡ് ചെയ്യുന്നത്, അത് കംപ്ലീറ്റ് ആയി നിർത്തണം. എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. പിന്നെ ചേഞ്ചിങ് സ്ട്രാറ്റജി വെരി ക്വിക്ക്ലി, അതായത് 2-3 SL അടിക്കുമ്പോഴേക്ക് ആ സ്ട്രാറ്റജി പോരാ. ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു 5 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൊരു 5 ട്രേഡ് ഒക്കെ ഡ്രോ ഡൗൺ വരാൻ ചാൻസ് ഉള്ള സ്ട്രാറ്റജിയാണ്. പക്ഷെ അതൊക്കെ അറിയാമെങ്കിലും ഒരു 2-3 ട്രേഡ് അടുപ്പിച്ച് SL അടിക്കുമ്പോഴേക്കും തന്നെ സ്ട്രാറ്റജി പോയിട്ട് മാറ്റിക്കളാം. ഈ സ്ട്രാറ്റജി വർക്കാവില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ അതാണ് മാറ്റിക്കളാം. സോ അത് പല ആൾക്കാരും വരുത്തുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്.
പിന്നെ നോട്ട് റിവ്യൂയിങ് മിസ്റ്റേക്സ്, അതായത് നമ്മൾ വരുത്തുന്ന അതിന് ഈ മിസ്റ്റേക്സ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ 2 പോയിന്റിൽ ഞാൻ പറഞ്ഞ സംഭവമാണ്. ബിൽഡ് കൺസിസ്റ്റൻസിയിലും അതേപോലെ വർക്ക് ഓൺ സൈക്കോളജി രണ്ടെണ്ണത്തിൽ ഞാൻ പറഞ്ഞ സംഭവമാണ് ജേർണൽ എഴുതണമെന്നുള്ള. ഈ റിവ്യൂ മിസ്റ്റേക്ക് നമ്മൾക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഞാൻ ഇവിടെ വീണ്ടും പറയാണ്, ജേർണൽ എഴുതണം. ജേർണൽ എഴുതിയാലേ ഉള്ളൂ ഈ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുന്നത്. ഈ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് അല്ല, അതല്ലാതെ നമ്മൾ ഇപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അത് റിവ്യൂ ചെയ്യുക. കഴിഞ്ഞ മന്ത് ഇത്ര ഒരു 5 ട്രേഡിൽ ഞാൻ ഇന്ന മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്, അതിൽ 2 മിസ്റ്റേക്ക് ഇന്ന കോമൺ മിസ്റ്റേക്സ് ആണ്. ഈ മിസ്റ്റേക്ക് എന്തായാലും ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ, ഇതുകൊണ്ട് എനിക്ക് ഇത്രമാത്രം ലോസ് വന്നിട്ടുണ്ട്, ഇതില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബ്രേക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവും. ബാക്കി വേറെ 2 മിസ്റ്റേക്ക് ഇങ്ങനെയാണ് വരുത്തിയിട്ടുണ്ട്, അത് 2 കൂടെ ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ഇത്ര ലോസ് വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ മിസ്റ്റേക്സൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ 6ാമത്തെ പോയിന്റ് ഇതായിരുന്നു, അവോയ്ഡ് കോമൺ മിസ്റ്റേക്സ്. കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വരാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്സൊക്കെ വരുത്തുക, അത് റിവ്യൂ ചെയ്യുക. അത് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പാഠം പഠിക്കുക. എന്നിട്ട് അതും ക്ലാരിഫൈ ചെയ്താൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അല്ലാണ്ട് വലിയ വിഷയമുള്ള കാര്യം നല്ല ട്രേഡിങ് എന്നത്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് A to Z കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഫൗണ്ടേഷൻ റെഡിയാക്കി വരിക, അതിനുശേഷം സ്ട്രാറ്റജി റെഡിയാക്കുക, നല്ലൊരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുക. പിന്നെ റിസ്ക് പ്രോപ്പറാക്കുക, മാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. എത്ര ട്രേഡ് SL അടിച്ചാലും നമ്മൾ തളരാത്ത രീതിയിലുള്ള ബാക്കപ്പ് ഫണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് വരിക. അതിനുശേഷം സൈക്കോളജി റെഡിയാക്കുക. എന്ത് SL മറ്റേത് മറിച്ച് എന്ത് വരികയാണെങ്കിലും, എത്ര ഫണ്ട് ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ശരി, ക്യാപിറ്റൽ കുറവാണെങ്കിലും എന്തായാലും സൈക്കോളജിപരമായിട്ട് നമ്മൾ ഇമോഷണലി ഒരു ട്രേഡ് എടുക്കരുത്, ഒരു ട്രേഡും എടുക്കാതിരിക്കുകയും ചെയ്യരുത്. ഒരു 3-4 SL അടിച്ചിട്ട് പ്രോപ്പർ സെറ്റപ്പ് വരുമ്പോൾ പിന്നീട് ട്രേഡ് എടുക്കാതിരിക്കരുത്, അതെന്തായാലും എടുക്കണം. ഇനി 2-3 ട്രേഡ് ടാർഗറ്റ് അടുപ്പിച്ചടിച്ചിട്ട് റൂൾ തെറ്റിച്ചിട്ട് സ്ട്രാറ്റജി പുറത്തുള്ള ട്രേഡ് എടുക്കാൻ പോവുകയും ചെയ്യരുത്. എടുക്കേണ്ട ട്രേഡ് എന്തായാലും എടുക്കുകയും വേണം, എടുക്കേണ്ടാത്ത ട്രേഡ് എടുക്കുകയും ചെയ്യരുത്. അത്രേ ഉള്ളൂ സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. പിന്നെ ബിൽഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഒരു സ്ട്രാറ്റജി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് സ്ലൈഡിങ്ങുകൾ മാറ്റി പോകാൻ നിൽക്കരുത്. അത് തന്നെ ഫോളോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇല്ലെങ്കിൽ മാറ്റുക. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്ത് നോക്കണം എന്തായാലും. ഓക്കെ, പിന്നെ ഉള്ളത് അവോയ്ഡ് കോമൺ മിസ്റ്റേക്സ്. കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അത് അവോയ്ഡ് ചെയ്താൽ തന്നെ ഒരുപാട് നിങ്ങൾ ചേഞ്ച് വരും. കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ വരും. പിന്നെ കുറച്ച് മിസ്റ്റേക്സൊക്കെ നിങ്ങൾക്ക് വരുത്താനുണ്ടാവുള്ളൂ, അതൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു 6 മാസം ഈ 6 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 6 മാസത്തിൽ ഈ 6 പോയിന്റും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, ഫോളോ ചെയ്താലേ കാര്യമുള്ളൂ. ട്രേഡിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും ട്രേഡിങ്ങിലേക്ക് ഉൾപ്പെടുത്തും. നാളെ തൊട്ട് തന്നെ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ട് ഒരു 6 മാസം ഇത് പ്രകാരം ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ, എനിക്ക് റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്, 6 മാസത്തിന് ശേഷം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.